ஊனை தென்றல் தீண்டவும் விடமாட்டு அந்த திங்கள் தீண்டவும் விடமாட்டு ஊனை வேறு கைகளில் தரமாட்டேன் நான் தரமாட்டேன் நான் தரமாட்டேன் ரோஜா ரோஜா ഹലോ ആർമീസ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. ഈ എസ് കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി 1-2 എപ്പിസോഡുകൾ മാത്രമേ കാണുള്ളൂ. അതോടുകൂടി അതും ആദ്യം നമ്മളോട് വിട പറയും. ഞാനവരെ ഒരുപാട് മിസ് ചെയ്യും. ശരി, എന്നിരുന്നാലും നമുക്ക് സ്റ്റോറിക്ക് ഒരു എൻഡിങ് വേണമല്ലോ. പിന്നെ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ചുമയും ചെറിയൊരു ശ്വാസം മുട്ടലും ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ സൗണ്ട് ചിലപ്പോൾ ചെറുതായിട്ട് ചേഞ്ച് ആയിരിക്കും, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ശരി, നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിലോട്ട് പോകാം. സത്യത്തിൽ ഞാൻ ആദ്യയുടെ കാര്യം അച്ഛൻ്റെ മുമ്പിൽ പതിയെ അവതരിപ്പിക്കാൻ ഞാൻ പ്ലാൻ ഇടുമായിരുന്നു. പക്ഷെ ഇനി എങ്ങനെ അച്ഛൻ ഇതൊക്കെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. അത് എന്താണ് ഇവിടെ ഇരിക്കുന്നത്? അപ്പുറത്തൊക്കെ സീറ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് മാറിയിരിക്കാം. വാടോ. ഇനി അവൾ അവിടെ ഇരുന്നാൽ അയാൾ എന്തെങ്കിലും സീൻ ക്രിയേറ്റ് ചെയ്യുമെന്നുള്ളതുകൊണ്ട് അവൾ ചെറിയൊരു വിഷമത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് മറ്റൊരു സീറ്റിലേക്ക് മാറിയിരുന്നു. എന്നാൽ ഗോകുൽ വിട്ടില്ല. അവനും അവളുടെ പിന്നാലെ ചെന്നിരുന്നു. നീ എന്താ ഇവിടെയൊക്കെ സീറ്റ് ഉണ്ടായിട്ടും അവിടെ ചെന്നിരുന്നേ? നിനക്ക് അയാളെ പരിചയമുണ്ടോ? ഓ, സീറ്റ് ഒഴിവില്ലാത്ത സമയം ചെന്നിരുന്നതായിരിക്കും അല്ലേ? ഞാൻ നിന്നോടാ ചോദിക്കുന്നേ. ശരി, പറയാൻ താല്പര്യമില്ലെങ്കിൽ പറയണ്ട. പിന്നെ നിന്റെ പിറകെ നടന്ന് ശല്യം ചെയ്യുന്ന ആ പൂവാലൻ ബസ്സിലുണ്ടോ? പൂവാലനുണ്ടോന്നറിയില്ല, പക്ഷെ ഒരു ശല്യക്കാരനുണ്ട്. ആര്? ഗോകുൽ എന്നാ പേര്. ഞാനോ? ഞാൻ നിന്നെ എന്ത് ശല്യം ചെയ്തെന്നാ? പിന്നെ എന്തർത്ഥത്തിലാണ് നിങ്ങൾ ഈ ചെയ്യുന്നേ? ഇങ്ങനെ എൻ്റെ പിന്നാലൊരു നിഴൽ പോലെ നടന്നാൽ എനിക്ക് പ്രേമം തോന്നുന്നതാണോ? ചിലപ്പോൾ തോന്നിയാലോ. ഇതാ നോക്കാതു, നീ എൻ്റെ ഭാര്യയാണ്. എനിക്ക് നിന്നെ വേറെ ആൾ നോക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടല്ലേ നിന്നെ ജോലിക്ക് പോലും വിടാതിരുന്നത് മുമ്പ്. എനിക്കറിയാം ജോലിക്ക് ഇറങ്ങി പിന്നെ ഇതുപോലുള്ള ഓരോ ഞരമ്പന്മാരും മണം പിടിച്ച് വരുമെന്നു. ആ പ്രിൻസിപ്പൾ ആളെങ്ങനെയാ? അയാളുടെ പെരുമാറ്റത്തിൽ എനിക്കൊരു പന്തികേട് തോന്നി. അയാൾ എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്കെന്താ? എനിക്കെന്താണെന്നോ? നീ കാര്യം അറിയാത്ത പോലെ സംസാരിക്കരുത്. എനിക്ക് നിന്റെ മേലെ ഒരു തരം മണ്ണ് വീഴുന്നത് പോലെ ഇഷ്ടമില്ല. നിനക്കറിയാലോ അത്. ഞാൻ നിന്നെ സ്നേഹിക്കും, തെറ്റുണ്ടാൽ അടിക്കും. കാരണം നീ എനിക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷെ നിന്നെ വേറൊരുത്തം നോക്കുന്നത് പോലും ഞാൻ സമ്മതിക്കില്ല. നീ പറ, ആ പ്രിൻസിപ്പൾ വിടക്കാണോ? വിടക്കാണെങ്കിലും അല്ലെങ്കിൽ അത് ഞാൻ നോക്കിക്കൊള്ളാം.
നിങ്ങളുടെ ഓവർ കെയറിങ് എനിക്ക് ആവശ്യമില്ല. പിന്നെ എന്റെ പിന്നാലെ ഭാര്യയാണ് ഭർത്താവാണെന്ന് പറഞ്ഞുള്ള അവകാശം പറഞ്ഞ് ഇനി വരരുത്. നിങ്ങളുടെ ഭാര്യ പദവി 2 വർഷത്തിന് മുന്നേ ഞാൻ വലിച്ചെറിഞ്ഞതാ. ഇനി എനിക്ക് ആ പദവി ആവശ്യമില്ല. വളരെ പതുക്കെ സംസാരിക്കുക. എന്തിനാ നീ ദേഷ്യപ്പെടുന്നേ? ആളുകളൊക്കെ നോക്കുന്നു. ശരി, അതൊക്കെ വിടും. നിനക്കിനി എന്നാ ലീവ്? നമുക്ക് ഒരുമിച്ച് എവിടെയെങ്കിലും പോകണം. നമുക്ക് മാത്രമായിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കണം. പറ, സൺഡേ ലീവല്ലേ? നമുക്ക് അന്ന് എവിടെയെങ്കിലും പോയാലോ? നീ ഓക്കെ അല്ലേ? ഓക്കെ അല്ല, ഞാൻ ഒരിടത്തും വരുന്നില്ല. നീ ഇങ്ങനെ വാശി പിടിക്കില്ലേ? അതോ നിങ്ങൾ എന്താ ഈ കരുതി വെച്ചേക്കുന്നേ? നിങ്ങൾ വിളിച്ച ഉടനെ ഓടി വരാൻ തയ്യാറായി നിൽക്കുമായിരുന്നോ? ഡിവോഴ്സ് പെറ്റീഷൻ കോടതിയിലുള്ള കാര്യം മറക്കണ്ട. അതിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകുന്നു നിങ്ങൾ വിചാരിക്കണ്ട. അവൻ ആദോനെ ഒന്ന് തറപ്പിച്ചു നോക്കിയിട്ട് ആ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്താ അതും ആലോചിക്കുന്നേ? ഒന്നുമില്ല. ഇന്നറിയുന്ന ശല്യത്തിന് വന്നോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, മനസ്സിൽ കൊണ്ടു നടക്കാതെ. ഗോകുൽ എന്നും ബസ്സിലുണ്ടായിരുന്നു. രാവിലെ വൈകുന്നേരോ? രാവിലെ. അയാളെന്താ ബോഡി ഗാർഡ് ചമയാണോ? അച്ഛൻ എന്തെങ്കിലും ഉടനെ ചെയ്യണം. അയാളെല്ലാം പഴയതുപോലെ ആക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ എനിക്കിനി പഴയതുപോലെ ആകാൻ കഴിയില്ല. അയാളുടെ ഉത്തമയായ ഭാര്യയാകാൻ എനിക്ക് കഴിയില്ല അച്ഛാ. അപ്പൊ അവന്റെ അമ്മയോട് എന്ത് പറയും? ഇന്നോ നാളെ ഞാൻ പറഞ്ഞിരിക്കുന്നു അവരോട്. അവർക്കെന്ത് പറ്റി? അവർ മരണം കാത്തിരിക്കുന്ന ഒരു സ്ത്രീയാ. അവസാനത്തെ ആഗ്രഹം പോലെയാ അവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞേ. മോൻ കുടുംബത്തോടെ ജീവിക്കുന്നത് കാണണമെന്ന്. അവർക്കെന്താ പ്രശ്നം? അവർക്ക് ക്യാൻസറാ. ഓ, അവർക്ക് ക്യാൻസറാണെന്ന് പറഞ്ഞ് ചേച്ചി ഇഷ്ടമില്ലാത്ത ജീവിതം ജീവിക്കണമെന്നാണോ? വന്നിട്ടുണ്ട്. അവു, നിന്നോട് ഞാൻ പറഞ്ഞതാ നീ ഇതിൽ ഇടപെടരുതെന്ന്. ഞാൻ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാ തേടുന്നേ. മനസ്സിൽ ദേഷ്യവും ഉറപ്പായിട്ട് എത്ര നാളിങ്ങനെ ജീവിക്കും? എന്നാണെങ്കിൽ അവൾക്കൊരു ജീവിതം വേണ്ടതല്ലേ? അതിന് അയാൾ മാത്രമേ ഉള്ളൂ. ഓ, അപ്പൊ വേറെ ആരെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ആ, വച്ചിട്ടുണ്ട്. ആരെ കണ്ടുവച്ചിട്ടുണ്ട്? ഓ, അപ്പൊ അതുകൊണ്ടാണ് ഇത് വേണ്ടാത്തത്. അങ്ങനെ വരട്ടെ. ആവൂ, നീ എന്തിനാ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ പറയുന്നേ? ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങൾ പോരാഞ്ഞിട്ടാണോ? പിന്നെ അമ്മ എന്ത് കാരണം പറഞ്ഞിട്ടാണെങ്കിലും ശരി, ഞാൻ ഇനി ഗോകുലിന്റെ കൂടെ പോവില്ല. എന്നെ കൊന്നാലും ശരി. പിറ്റേ ദിവസം ആദ്യ ബസ്സിലുണ്ടായിട്ടും ആദ്യം അവന്റെ അടുത്തേക്ക് ചെന്നില്ല. ഒരുപക്ഷെ ഗോകുൽ വന്നാൽ ഇന്നലത്തെ പോലെ സീനാകുമെന്ന് കരുതിയിട്ടായിരിക്കും. പക്ഷേ ആദ്യം വിട്ടില്ല. അവൻ നേരെ അവളുടെ അടുത്ത് ചെന്നിരുന്നു. എന്താ, അയാളെ പേടിച്ചിട്ടാണോ? എന്താ, എനിക്കയാളെ പേടിയില്ലെന്ന് പറഞ്ഞിട്ട്? അയാൾ അറിയുന്നല്ല പേടി. അയാൾ അറിഞ്ഞാൽ വീട്ടിൽ പറയുന്ന. അപ്പൊ വീട്ടിൽ എന്തായാലും അറിയേണ്ടതല്ലേന്ന് പറഞ്ഞത്? വീട്ടിൽ അറിയേണ്ടത് തന്നെയാ, പക്ഷെ അയാൾ മുഖേനല്ല അറിയേണ്ടത്. എനിക്ക് ഞാൻ തന്നെ പറയണമെന്ന് ആഗ്രഹം. ആദ്യയെക്കുറിച്ച് എൻ്റെ അച്ഛൻ ഞാൻ പറഞ്ഞ അറിയേണ്ടത്. ശരി, അച്ഛനോട് എന്നെ കുറിച്ച് എങ്ങനെ അവതരിപ്പിക്കാനാ പോകുന്നേ? അത് ഞാൻ 2 ദിവസത്തിന് മുമ്പേ അച്ഛൻ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. എന്ത്?
ഈ ജോലിക്ക് പോകുന്നത് ഞാൻ എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണെന്ന് അതിലൊരു കാര്യം പറയാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോലിക്ക് പോകുന്നത് മാത്രമല്ല, ഇങ്ങനെ ജോലിക്ക് പോകുന്നത് കൊണ്ടാണ് എനിക്ക് ആദ്യമേ കാണാനും സാധിക്കുന്നത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സമാധാനം. ഒരു പക്ഷെ ആദ്യം ഒരു 3 വാക്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ പറയും എൻ്റെ സന്തോഷം, പ്രതീക്ഷ, വിശ്വാസം. ഇതൊന്നും ഒരു കാലത്ത് എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി ജീവിക്കുകയായിരുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് ആദ്യം വന്നപ്പോഴാണ് ഞാൻ വീണ്ടും സന്തോഷം എന്താണെന്ന് അറിഞ്ഞു. പിന്നെ എൻ്റെ സന്തോഷവും സന്തോഷക്കുറവും ഒക്കെ ആദ്യം കാണുന്നതിലും കാണാതിരിക്കുന്നതിലൊക്കെയായി. പിന്നെ പതിയെ പതിയെ അത് പ്രതീക്ഷയിലേക്ക് വഴിമാറി. ഇപ്പം അത് വിശ്വാസത്തിലെത്തി നിൽക്കുന്നു. ഈ ലോകത്ത് ഞാനിപ്പോൾ ആരെങ്കിലും കണ്ണും പൂട്ടി വിശ്വസിക്കുമെങ്കിൽ അത് ആദ്യം മാത്രമായിരിക്കും. താനീ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് ഒരു വിഷമം മാത്രമേ ഉള്ളൂ. എന്താ? താനീ പറയുന്നത് കേട്ടോ ഒന്ന് ഇറുക്കെ ഹഗ് ചെയ്യാൻ തോന്നുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, വഴിയില്ലല്ലോ. നമ്മുടെ ഈ ജേണി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. എങ്ങനെ? ഈ ബസ് യാത്ര ഒഴിവാക്കി നാളെ മുതൽ കാറിലായാലോ? അതാകുമ്പോൾ ആരെയും പേടിക്കുകയും വേണ്ട, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുകയും ചെയ്യാം. ഐ മീൻ ഇഷ്ടമുള്ളത് പോലെ ചെയ്യാമല്ലോ ഒന്ന്. എന്ത്? അത് ഇങ്ങനെ ഓരോന്ന്. എങ്ങനെ ഓരോന്ന്? ഇങ്ങനെ. അവൾ പേടിച്ച് ചുറ്റിനും നോക്കി. ഭാഗ്യത്തിന് പെട്ടെന്നായതുകൊണ്ട് ആരും കണ്ടില്ല. എന്താ ഇത്? അതുമല്ല ചോദിച്ചേ എങ്ങനെയെന്ന്. ഇതാ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എങ്ങനെ? നാളെ ഞാൻ കാർ വിട്ട് വരട്ടെ? വരട്ടെ? ഓക്കെ. ഷോ, നീ പറയുന്നത് കേട്ട ആളതൊരു ഡേഞ്ചറാണെന്ന് തോന്നുന്നു. അത് അവളാണ് അവനെ വേണ്ടാന്ന് വെച്ചതെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? അതും ശരിയാ. അന്നേരം നേരിട്ട് കേൾക്കുമ്പോൾ കുറച്ചുകൂടി പിയേഴ്സിങ് ആയിരിക്കുമല്ലോ. ഞാനവനെ നേരിട്ട് കണ്ടതാ. അവൻ്റെ നോട്ടവും സംസാരവും എല്ലാം ഒരു സൈക്കോ പോലെ ഇരിക്കും. ഇത് ആദ്യം സംസാരിക്കുന്നതാണോ അതോ ആദ്യയുടെ ഉള്ളിൽ കാമുകം സംസാരിക്കുന്നതാണോ? ഒന്ന് പോടാ. നീ ഒന്ന് നേരിൽ കണ്ടു നോക്കും, അപ്പോൾ മനസ്സിലാവും. ഓ വേണ്ട, എനിക്ക് നിന്നെ വിശ്വാസമാണ്. പക്ഷെ അവൻ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, ഹീ സോ വിയേർഡ്. അവൻ്റെ അടുത്തുനിന്ന് എങ്ങനെയെങ്കിലും അവളെ രക്ഷപ്പെടുത്തണം. കയ്യിൽ കിട്ടി അവൻ പച്ചയ്ക്ക് തിന്നളയും, അതുറപ്പാ. എന്തായാലും നീ പറഞ്ഞത് കേട്ട് അവൾക്കിപ്പോൾ നല്ല മാറ്റം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നീ മുമ്പ് പറഞ്ഞിരുന്ന അവൾ നിന്റെ കൂടെ നിൽക്കുമെന്ന് ഡൗട്ടുണ്ടെന്നല്ലേ? അവൾക്ക് ഭയങ്കര പേടിയാ, ആവുവിനെ പോലെ അല്ല. ആവുവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തേ. എന്താ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ പിന്നെ പറയാം. എന്താ പറയടാ? ആവുവിനെന്ത് പറ്റി? അവൾക്കൊന്നും പറ്റിയില്ല. പിന്നെന്താടാ? ഞാനത് പിന്നെ പറയാം. ഈ ബഹളമൊക്കെ ഒന്ന് കഴിയട്ടെ. ശരി, അപ്പം ഇനി നാളെ മുതൽ എനക്കൊരുങ്ങൾ കാറിലാണല്ലേ?
ഹായ് ഹായ്, വാ കയറു. ഞാൻ ലേറ്റായില്ലല്ലോ? ഇല്ല, അപ്പോൾ പോകാം. പിന്നെ അവൻ പിന്നീട് വരെയോ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്തോ? ഇല്ല, ഇന്നലെ വീട്ടിലൊന്നും വന്നില്ല, വിളിച്ചതുമില്ല. ചിലപ്പോൾ അന്നത്തെ ടീച്ചറിനെ അപമാനിക്കൽ ഏറ്റുവാണോ? ഏറ്റേനെ. കുറച്ചെങ്കിലും ഉളുപ്പുള്ളൊരു മനുഷ്യനായിരുന്നെങ്കിൽ അയാൾക്കൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നലെ വരാത്തതിനുള്ള കാരണം എന്തായിരിക്കുമെന്നാണ് നീ കരുതുന്നേ? എനിക്കറിയില്ല. ശരി, അതൊക്കെ പോട്ടെ. താൻ ഓക്കെ അല്ലേ? അപ്പം ശരിയോടോ, സ്കൂളെത്തി. വൈകുന്നേരം ഞാൻ വരട്ടെ? വേണ്ട, സാരമില്ല. അപ്പം ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും. ഓക്കെ, ബൈ ബൈ, നാളെ കാണാം. അമ്മ, ഞാൻ ആരോട് പറയണ ചേച്ചി? ഞാൻ എന്ത് പറഞ്ഞാലും അപ്പനും മക്കളും എന്നെ കയറിയടിക്കാനല്ലേ വരുന്നേ. അതോ അതെ, അവളൊന്ന് വിട്ടുവീഴ്ച ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവളാ ഇത്രയും ഈ പ്രശ്നത്തിനെ വഷളാക്കിയത്. ചേച്ചി, ഇവിടെ നമ്മുടെ വീട്ടിൽ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ അവൾ അവനോട് പെരുമാറുന്ന രീതി ഞാൻ കണ്ടതല്ലേ. ആ ചെക്കൻ പാവം താഴ്ന്നു ഭൂമിയുടെ അറ്റം വരെയും താഴ്ന്നു. എന്നിട്ടും അവളെ പിടിച്ച പുയലിന് 3 കൊമ്പൊന്നും വാശിയില്ല. ശരി, നീ അതൊക്കെ വിട്. പുകഞ്ഞ പുള്ളി പുറത്ത്. ഇനി ആവൂല നോക്ക്. ആ കൊച്ചിനെങ്കിലും നല്ല തരണത്തിന് നോക്കി കെട്ടിച്ചയക്കാൻ നോക്ക്. എന്നിട്ട് അവളോടെങ്കിലും പറയണം, ഇങ്ങനെ ചേച്ചിയെ പോലെ 3 മൂടുന്നതിന് മുമ്പേ വീട്ടിൽ വന്നിരിക്കരുതെന്ന്. ഒന്നുമില്ലെങ്കിൽ അച്ഛനെങ്കിലും ഓർക്കണമെന്ന്. അതിന് ഇനി അവക്ക് നല്ല തരണം എല്ലാം അറിഞ്ഞു വരുമെന്ന് തോന്നുന്നുണ്ടോ? അവൻ ഇത്രയും വന്ന് കെഞ്ചി വിളിച്ചിട്ടും പോകാതെ അഹങ്കാരം കാണിച്ച് നിൽക്കുന്നതല്ലേ അതും. നാട്ടുകാരറിഞ്ഞാൽ എന്തു പറയും? ഭർത്താവും കുടുംബവും വന്ന് താങ്ങി വിളിച്ചിട്ടും പോകാതെ അഹങ്കാരം കാണിച്ച് നിൽക്കുന്നു. ഇപ്പൊ കുറെ എണ്ണം അങ്ങനെ ഉണ്ടല്ലോ, കെട്ടിയവന്മാരെയും കളഞ്ഞിട്ട് തന്നെ ഇഷ്ടത്തിന് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ അങ്ങ് അഴിച്ചുവിട്ട കാളകളെ പോലെ. അതുപോലെ ഇതിനെ പറയുള്ളൂ. അത് ശരിയാ, പക്ഷെ പറയുന്നത് അവളെ മാത്രം പറഞ്ഞാൽ കുഴപ്പമില്ല. ഇത് വീട്ടിലുള്ള ചേർത്തല്ലേ പറയുള്ളൂ. അതെ, അതുകൊണ്ട് ഇനി എല്ലാം അറിഞ്ഞുകൊണ്ട് ആ കൊച്ചിന് നല്ലൊരു ആലോചന വരുമെന്ന് നോക്കിയേ വേണ്ട.
പോയോ? പോയി. പറഞ്ഞ കുറച്ച് കൂടിപ്പോയോ? എന്ത് കൂടാൻ? ഇതൊക്കെ അവള് ചിന്തിക്കേണ്ട കാര്യങ്ങളല്ലേ? ഒരു അനുജത്തി ഉണ്ടെന്നും അതിനൊരു ഭാവിയുണ്ടെന്നൊക്കെ. അല്ലേ തന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നാളെ ആവുവിൻ്റെ കല്യാണം കഴിഞ്ഞു. അവളും വീട്ടിലുണ്ട്, ഇവളും വീട്ടിലുണ്ട്. അവള് ഭർത്താവുമായിട്ട് സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കുന്ന കാണുമ്പോൾ ഇവളുടെ മനസ്സ് ഓർത്തില്ലേ? അവര് സ്നേഹത്തോടൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ ഇവളുടെ മനസ്സിലൊന്നും തോന്നാതിരിക്കുമോ? അവക്കും ഉണ്ടാകില്ലേ ആഗ്രഹങ്ങളൊക്കെ? അത് ശരിയാ. ഈ ചെയ്യുന്നതെല്ലാം അവളുടെ നല്ലതിനായിട്ട് തന്നെയാണ്. ഇങ്ങനെ ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്ന പെണ്ണുങ്ങളോട് ഒത്തിരിയെങ്കിലും വിഷമവും അനിഷ്ടമൊന്നും കാണിക്കാതിരിക്കുമ്പോൾ അവർക്ക് ഇത് തന്നെ ഒരു സുഖവും തോന്നും. ഒരു ഉത്തരവാദിത്വം നോക്കണ്ട, സുഖമായിട്ട് തിന്നു കുടിച്ച് കഴിയാം. അതിന് പകരം ഇവിടെ നമ്മൾ പ്രഷർ കൊടുക്കുകയും വന്ന് നിൽക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് അവർക്ക് തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരെക്കാലം അത് തന്നെ നല്ലതെന്ന് കരുതി തിരികെ പൊക്കോളും. നീ ഇത് ആദ്യമേ ചെയ്യണമായിരുന്നു. എൻ്റെ വീടിനടുത്തുള്ള ഒരു ചേച്ചി ഇങ്ങനെയാണ്. അവരുടെ മോള് പ്രേമിച്ച് കെട്ടിയതാ. എന്നാലും എന്നും അടിയും വഴക്കും. മോള് ഭർത്താവുമായിട്ട് വഴക്കിട്ട് വീട്ടിൽ വരും. അവർ ഒരാഴ്ച വെറുതെ ഇരിക്കും. ഒരാഴ്ച കഴിയുന്നതും അമ്മയും മോളും തുടങ്ങും അങ്ങോട്ട് വഴക്ക്. അവർ തൊട്ടതിന് പിടിച്ചതിനൊക്കെ അങ്ങ് കുറ്റം പറയാൻ തുടങ്ങും. അവസാനം ഗതി കിടുമ്പോൾ അവൾ തന്നെ അങ്ങ് തിരിച്ചു പോവുകയും ചെയ്യും. അവർ തമ്മിലുള്ള പ്രശ്നം അവർ തന്നെ പറഞ്ഞു തീർക്കട്ടെ എന്ന്. നമ്മളൊക്കെ എന്തിനാ ഇതിൽ ഇടപെടുന്നേ? ശരിയാ. ആരാ അത്? ആവുമായിരിക്കും. മോനോ? കയറി വാ. വല്യമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇന്ന് വന്നതാ. അത് വന്നില്ല ആൻറ്റി. ഒന്ന് റൂമിലുണ്ട്. മോനിരിക്കും, ഞാൻ ചായ എടുക്കാം. ശരി ചേച്ചി, സംസാരിച്ചിരിക്കും. ശരി. ശാന്തി മോൻ വന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മക്കിപ്പോൾ എങ്ങനെയുണ്ട്? അമ്മയ്ക്കോ? അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞു. അത് കീമോ നടക്കുന്നുണ്ട്. ഞങ്ങൾ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. മോനിപ്പോൾ എന്താ ചെയ്യുക? പഴയ ബിസിനസ് തന്നെയാണ്. പിന്നെ ചെറിയ റിയൽ എസ്റ്റേറ്റിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യണമെന്നൊന്നും ഇല്ല ആൻറ്റി. പറമ്പിൽ കിട്ടുന്ന തെങ്ങും റബ്ബറും കുരുമുളകൊക്കെ തന്നെ ധാരാളം. ഏകദേശം എത്ര സെന്റ് ഉണ്ട് വീടും പറമ്പും കൂടി? ഒരു 7-8 ഏക്കർ ഉണ്ടാവും. ഏക്കറോ? ഇതാ മോൻ ചായ കുടിക്കും. അതിനെ കണ്ടില്ലല്ലോ ആൻറ്റി. അവള് റൂമിലുണ്ട്, ചിലപ്പോൾ കുളിക്കാൻ പോയിരിക്കും. അപ്പം ഞാൻ റൂമിൽ ചെന്ന് നോക്കാം. ശരി. അത് അവൾ വാഷ്റൂമിലാണെന്ന് മനസ്സിലായപ്പോൾ അവൻ അവിടെ തന്നെ ഇരുന്നു. പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നു. അവൻ ഉടനെ അതെടുത്ത് ചെക്ക് ചെയ്തു. പെട്ടെന്ന് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് അവൻ ആ ഫോൺ തിരികെ വെച്ചു. നിങ്ങളെന്തിനാ വീണ്ടും ഇങ്ങോട്ടേ കയറിയേ? നിന്നെ കാണാൻ. ഞാൻ വന്നൊരു 15 മിനിറ്റ് കഴിഞ്ഞ് നിന്നെ പുറത്തേക്ക് കണ്ടില്ല. അതുകൊണ്ട് ഞാൻ അകത്തേക്ക് വന്നു. നിങ്ങൾക്ക് നാണാവുന്നില്ലേ ഇങ്ങനെ ചുമ്മാ വലിഞ്ഞേറി വരാൻ വേണ്ടി? അല്പെങ്കിലും ഉളുപ്പ് വേണം. പിന്നെ നിങ്ങളിങ്ങനെ അടിക്കടി വന്നു എന്ന് കരുതി എന്റെ മനസ്സ് മാറാനൊന്നും പോകുന്നില്ല. ഒരുപക്ഷെ എന്റെ മനസ്സിലുള്ള ദേഷ്യവും വെറുപ്പും കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പൊ ഞാൻ നിനക്കൊരു ശല്യം. എന്നെ കാണുകയും വേണ്ട, സംസാരിക്കുകയും വേണ്ട, അല്ലേ? ഇത്രയും വെറുപ്പും ദേഷ്യമുള്ള നീ ഇനി എങ്ങനെ എന്നെ സ്നേഹിക്കും? ഞാൻ ഈ വന്നതെല്ലാം വേസ്റ്റ് അല്ലേ? ശരി, ഞാൻ പോയേക്കാം. നിന്നെ ശല്യം ചെയ്യാൻ ഞാനില്ല. നീ ഹാപ്പി ആയിട്ടിരിക്കും. അല്ല, ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നു. ആരാ ഈ ആദി? നിന്റെ കൊളീഗാണോ? കൊളീഗാവാൻ ചാൻസ് ഇല്ല. ഫ്രണ്ടായിരിക്കും അല്ലേ? കാരണം ഈ ആദ്യം കഴിഞ്ഞിട്ടൊരു ഹാർട്ട് കണ്ടതുകൊണ്ട് ചോദിച്ചതാ. ഹാർട്ടൊക്കെ ഇടണമെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ വേണ്ടപ്പെട്ട ആളായിരിക്കും. ബെസ്റ്റിയാണോ? അതും അല്ലെങ്കിൽ മറ്റേ അവനായിരിക്കും നിന്റെ ടെമ്പററി ഭർത്താവ്. ഭർത്താവ് ആകാൻ പോകുന്ന ആള് അല്ലേ? ആണല്ലേ? അതെന്താ മോളെ, നിനക്കൊരു ഭർത്താവ് തികയുന്നില്ലേ? അതോ ഞാനിനി തിരികെ വരില്ല എന്ന് കരുതിയോ? അങ്ങ് എന്നേക്കൊണ്ടങ്ങ് എഴുതി തള്ളിയോ നീ എന്നെ? നീ എന്താടി കരുതിയേ? ഞാനിപ്പം നിനക്ക് ഡിവോഴ്സ് തരും, അതും കിട്ടിയിട്ട് ഈ ആദിച്ചേട്ടനൊപ്പം അങ്ങ് സുഖമായിട്ട് ജീവിക്കാന്നോ?
അങ്ങനെ നീ കരുതിയോ? അങ്ങനെ നീ കരുതിയോന്നു? എന്നെ കളഞ്ഞിട്ട് അവൻ്റെ ഒപ്പം ജീവിക്കാൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ നിന്നെ ഒരുത്തം നോക്കുന്നത് പോലെ എനിക്കിഷ്ടമല്ല. അപ്പം വേറൊരുത്തം നിന്റെ ദേഹത്ത് തൊടാൻ ഞാൻ അനുവദിക്കുമോ? അവൻ നിന്റെ ദേഹത്ത് തൊട്ടിട്ടുണ്ടോ? അവൻ തൊട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെന്താ? ഇതെൻ്റെ ശരീരം, എൻ്റെ മനസ്സ്. ആര് തൊടണം തൊടിയിക്കരുതെന്ന് എനിക്കറിയാം. അതിനെനിക്ക് നിങ്ങളുടെ അനുവാദം ആവശ്യമില്ല. എന്നോട് വിളച്ചിലെടുക്കരുത്. ആരോടാണ് എന്താ സംസാരിക്കുന്നുള്ള ബോധം വേണം. എൻ്റെ ഭാര്യ നീ എന്നെ വെച്ചിട്ട് വേറൊരുത്തിനെ കൂടെ ഉണ്ടാക്കാൻ പോയാലേ അത് അവിഹിതമാണ്. ഒക്കട്ടെ ഞാൻ രണ്ടെണ്ണത്തിനെയും ഒരുമിച്ച്. എൻ്റെ സ്വഭാവം മാറ്റിയാൽ നിന്റെ തന്തയടക്കം പിന്നെ പുറത്ത് തലയുയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാനാക്കും. ചേട്ടടി ഞാൻ. അപ്പൊ ഇവനാണ് നിന്റെ പുതിയ കാമുകൻ, അല്ല പഴയ കാമുകൻ. ഇവന് വേണ്ടിയിട്ടാണല്ലേ നീ എന്നെ വേണ്ടെന്ന് വെച്ചത്? ഞാൻ ഇങ്ങനെ നിന്റെ അമ്മയോട് പറയട്ടെ? അങ്ങനെ പറയണ്ടെങ്കിൽ, ഈ സംഗതി വഷളാകണ്ട എന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വരച്ച വരയിൽ നിന്നോണം. അടുത്ത ആഴ്ച ഞാൻ വിളിക്കാൻ വരും. പെട്ടിയും പടുക്കയും എടുത്ത് റെഡിയായിട്ടിരുന്നു. കേട്ടല്ലോ?